ജീവിതത്തിൽ ചെറിയൊരു തടസ്സമോ സങ്കടമോ വരുമ്പോഴേക്കും ഇനി മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. പരീക്ഷയിൽ തോറ്റതിന്റെ പേരിൽ, പ്രണയം തകർന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ചെറിയൊരു സാമ്പത്തിക നഷ്ടത്തിന്റെ പേരിൽ പോലും ജീവിതം അവസാനിപ്പിക്കാൻ തുനിയുന്നവർ. അങ്ങനെയുള്ളവർ ഈ പെൺകുട്ടിയുടെ കഥ ഒന്നറിയണം. ജീവിതത്തിന്റെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ച് മരണത്തിന്റെ വക്കിൽ നിന്നും സ്വന്തം മനോധൈര്യം കൊണ്ടും മാതാപിതാക്കളുടെ സ്നേഹം കൊണ്ടും ജീവിതത്തിലേക്ക് തിരികെ എത്തിയ ഒരു പെൺകുട്ടിയുടെ കഥയാണിത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ എന്റെ തലയുടെ ഒരു ഭാഗമുണ്ടായിരുന്നില്ല എന്ന് അവൾ കുറിച്ച വാക്കുകൾ സോഷ്യൽ മീഡിയയുടെ കണ്ണ് നിറയിക്കുകയാണിപ്പോൾ. ആ പ്രചോദനാത്മകമായ ജീവിത കഥ നമുക്ക് കേൾക്കാം. രാജസ്ഥാനിലെ ഒരു സാധാരണ ഗ്രാമത്തിലാണ് ഈ പെൺകുട്ടി ജനിക്കുന്നത്. സാധാരണക്കാരിലും സാധാരണക്കാരായ ഒരു കുടുംബം. കാര്യമായ സാമ്പത്തിക ഭദ്രതയൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ സ്വപ്നങ്ങൾക്ക് വലിയ ചിറകുകളുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ അവളുടെ ഒരേയൊരു ആഗ്രഹം ഒരു എയർ ഹോസ്റ്റസ് ആകണമെന്നതായിരുന്നു. ആകാശത്തോളം ഉയരത്തിൽ പറക്കണമെന്ന ആ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവൾ കഠിനമായി പരിശ്രമിച്ചു. 19ാമത്തെ വയസ്സിൽ ഫ്രാങ്ക്ഫിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എയർ ഹോസ്റ്റസ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ജോലി തൽക്കാലം മാറ്റിവെക്കേണ്ടി വന്നു. സ്വന്തമായി പണം സമ്പാദിച്ച് പഠന വായ്പകൾ തിരിച്ചടയ്ക്കാനും കുടുംബത്തെ സഹായിക്കാനും വേണ്ടി അവൾ തൽക്കാലം മറ്റൊരു ചെറിയ ജോലിക്ക് കയറി. അതിനുശേഷം ജീവിതം നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. പക്ഷേ വിധി അവളുടെ സന്തോഷങ്ങൾക്ക് അധികം ആയുസ് നൽകിയില്ല. ഒരു ദിവസം ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആ ദുരന്തം സംഭവിക്കുന്നത്. അപ്രതീക്ഷിതമായി സംഭവിച്ച വലിയൊരു അപകടം. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ അവളുടെ തലയോട്ടി തകർന്നുപോയി. ചോരയിൽ കുളിച്ച അവളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദിവസങ്ങളോളം അവൾ മരണത്തോട് പോരാടി. കോമ അവസ്ഥയിൽ വരെയായി. ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞു. ഇനി ഈ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യത വളരെ കുറവാണെന്ന് അവർ വിധിയെഴുതി. പക്ഷേ അവളുടെ മാതാപിതാക്കൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഞങ്ങളുടെ മകൾ തിരിച്ചു വരുമെന്ന ഒരൊറ്റ പ്രതീക്ഷയിൽ ആ മാതാപിതാക്കൾ ദൈവത്തിന് മുന്നിൽ കൈകൂപ്പി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. 2 ആഴ്ചകൾക്ക് ശേഷം ആ പ്രാർത്ഥന സഫലമായി. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. അത്ഭുതകരമായി തന്നെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. പക്ഷേ ദുരന്തം അവിടെയും തീർന്നില്ല. ആശുപത്രിയിൽ നിന്ന് രോഗമുക്തി നേടി വീട്ടിലെത്തിയ അവൾ ആദ്യമായി കണ്ണാടിക്ക് മുന്നിൽ ചെന്നു നിന്നു. തന്റെ രൂപം കണ്ട അവൾ തകർന്നുപോയിരുന്നു. തലയുടെ ഒരു ഭാഗം അവിടെ ഉണ്ടായിരുന്നില്ല. ശസ്ത്രക്രിയ കാരണം തലയോട്ടിയുടെ ഒരു ഭാഗം എടുത്ത് മാറ്റപ്പെട്ടിരിക്കുന്നു. മാനസികമായി അവൾ തകർന്നുപോയി. പലപ്പോഴും തലയിലെ തുന്നലുകൾ പൊട്ടി തലയിണയിൽ ചോര പടർന്നിരുന്നു. വേദന കൊണ്ട് അവൾ നിലവിളിച്ചു. അതിനേക്കാൾ വലിയ വേദനയായിരുന്നു സമൂഹത്തിൽ നിന്നും അവൾക്ക് ലഭിച്ച പരിഹാസങ്ങൾ. അവളെ കാണാൻ വന്ന ചിലർ സഹതപിച്ചു, മറ്റു ചിലർ പരിഹസിച്ചു. ഇനി ഇവളെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ഇവളുടെ ജീവിതം കഴിഞ്ഞു എന്നൊക്കെ ചിലർ മുഖത്തു നോക്കി പറഞ്ഞു. പക്ഷേ ഇതിനിടയിലെല്ലാം സ്വന്തം വീട് പോലും വിറ്റ് ചികിത്സയ്ക്കായി പണം കണ്ടെത്തിയ അവളുടെ അച്ഛനും അമ്മയും അവളോടൊപ്പം തന്നെ തണലായി കൂടെയുണ്ടായിരുന്നു. ആ മാതാപിതാക്കളുടെ സ്നേഹമാണ് തളർന്നുപോയ അവളെ വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിച്ചത്. അങ്ങനെ 3 വർഷങ്ങൾ നീണ്ട കഠിനമായ പോരാട്ടം. ശാരീരികമായും മാനസികമായും അവൾ വീണ്ടും കരുത്താർജിച്ചു. ചികിത്സയ്ക്കായി വീട് നഷ്ടപ്പെട്ടുവെങ്കിലും ആ കുടുംബം തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവർ 3 പേരും ചേർന്ന് ഒരു പുതിയ തുടക്കം കുറിച്ചു. ഒരു ചെറിയ റെസ്റ്റോറന്റ് ആരംഭിച്ചു. ഇന്ന് ആ പെൺകുട്ടിക്ക് എയർ ഹോസ്റ്റസ് ആകണമെന്ന പഴയ സ്വപ്നങ്ങളില്ല. അതിനേക്കാൾ വലിയൊരു ലക്ഷ്യമുണ്ട്. അവൾ തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: തന്റെ ചികിത്സയ്ക്കായി സ്വന്തം വീട് വരെ വിറ്റഴിച്ച് എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന എന്റെ അച്ഛനും അമ്മയ്ക്കും എനിക്ക് ഒരു പുതിയ വീട് വാങ്ങി നൽകണം. അതിനായി ഞാൻ കഠിനമായി അധ്വാനിക്കും. ആ വീടിന്റെ മുന്നിൽ എന്റെ മാതാപിതാക്കൾ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുന്ന ഒരു ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു യുവതി തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ്.